ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഈ രാഹുലിനെതിരെ ഒരു കടന്നാക്രമണം എന്നല്ല എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു രാഹുലിനെ കൊല്ലാനായി ഒരു കൊട്ടേഷൻ ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഈ വ്യാജ പരാതിയുമായി വരുന്ന സ്ത്രീകളെ മുഴുവൻ ഇങ്ങനെ എന്താ പറയുക, അവർക്കൊന്നും ഇനി നിലനിൽപ്പില്ല എന്ന് ശക്തമായി ഒരു നിലപാടെടുക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി. തീർച്ചയായിട്ടും രാഹുലിന് ശത്രുക്കളുടെ എണ്ണവും കൂടുതലാണ്. ഇന്ന് പല പിന്നെ എന്താ പറയുക, ഈ പല സൈബർ ഇടങ്ങളിലും ഞാൻ കണ്ട വലിയൊരു പിന്നെ പോസ്റ്റും വിമർശനങ്ങളും എന്ന് പറയുന്നത് പല ആളുകളെ പോലും, അതായത് ചില മാധ്യമ പ്രവർത്തകരെ തല്ലിച്ചതച്ചതുപോലെ രാഹുൽ ഈശ്വറിനും വരുന്നുണ്ട് അടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ട്രോളുകൾ പോലെയല്ല, അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ അത്തരം എന്തെങ്കിലും നീക്കങ്ങൾ താങ്കൾക്കെതിരെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. 3 കാര്യങ്ങൾ കൗതുകമുള്ളത് പറയാം. കേരളത്തിൽ ആദ്യത്തെ ഐസിസ് ത്രെറ്റ് ഉണ്ടായ വ്യക്തി ഞാനാണ്. എനിക്ക് അതിപ്പോഴും നോക്കിയാൽ മതി. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഫംഗ്ഷന് ഗസ്റ്റായി പോകുമ്പോൾ അന്ന് നമ്മുടെ ശ്രീജിത്ത് സാറായിരുന്നു. ശ്രീജിത്ത് സാറ് എന്നെ അവിടെ തടഞ്ഞു വെക്കുകയും എന്നെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും 2 മണിക്കൂറിനുള്ളിൽ പുള്ളി വരികയും ചെയ്തു. അപ്പൊ എനിക്ക് വിഷയം അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ സാർ, ഞാനൊരു പരിപാടിക്ക് വന്നതല്ലേ. അപ്പം ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ മതസൗഹാർദ്ദം പറഞ്ഞ് ഇനിയും എല്ലാ സമൂഹ സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നൊക്കെയുള്ള നിലപാടെടുത്തപ്പോൾ ഐസിസുകാർക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയണേ, അവരുടെ വേദിയിൽ, മുസ്ലിങ്ങളുടെ വേദിയിൽ ഹിന്ദുവായ അല്ലെങ്കിൽ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് സ്വയം അഭിമാനത്തോടെ പറയുന്ന ഒരു രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നവർക്കുള്ള ദേഷ്യമാണ്. അതാണ് ഒന്നാമത്തെ ത്രെറ്റ്. 2, നമ്മുടെ ഈ അതിതീവ്ര ഗോഡ്സേവാദികളിൽ നിന്ന്, മഹാത്മാഗാന്ധിയെ കൊന്നത് നല്ലതാണെന്ന് വാദിക്കുന്ന തീവ്ര ഗോഡ്സേവാദികളിൽ നിന്ന് എനിക്ക് ത്രെറ്റ് ഉണ്ടാകുകയും ഞാൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം പോലീസ് കമ്മീഷനെ പേഴ്സണലി പോയി കാണുകയും എനിക്ക് കുറച്ച് ദിവസം സെക്യൂരിറ്റിയും മോണിറ്ററിംഗും ഒക്കെ തന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ത്രെറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫാർ ലെഫ്റ്റ് ഉള്ള, ഞാൻ ആ വാക്ക് പറയുന്നതിന് ക്ഷമിക്കണം, ഈ പാവാട ഫെമിനിസ്റ്റുകളിൽ നിന്ന് എന്ത് ഭീഷണി എനിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കായികമായിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ശക്തിയും സൈസും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ബാക്കി ഏതെങ്കിലും രീതിയാണെങ്കിലും എനിക്ക് നിങ്ങളെ ഒരു പേടിയില്ല. നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദയവായി അറ്റാക്ക് ചെയ്യുക. നമുക്ക് ബലാബലമാണെങ്കിലും നോക്കാം, അതിന് നമുക്ക് സൈബർ ഇടത്തിലാണെങ്കിൽ നോക്കാം, മാനസികമായിട്ടും ഐഡിയോളജിക്കലുമായിട്ടും നോക്കാം, ശാരീരികമായിട്ടാണെങ്കിലും നോക്കാം. പക്ഷേ ഈ തീവ്ര ഫെമിനാജികളെ വിജയിക്കാൻ അനുവദിക്കില്ല. അതിനെനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്കതിൽ എന്നെക്കുറിച്ച് പറഞ്ഞ എനിക്ക് അഭിമാനം തോന്നുന്ന നല്ലൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. അത് ഹണി റോസ് പരാതി കൊടുക്കുകയും ഹണി റോസ് പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം, അങ്ങനെ വനിതകൾ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ മുന ഒടിച്ച് കളയുന്ന ആളാണ് രാഹുൽ എന്നാണ്. അതെനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായി ഞാൻ കാണുന്നു. അങ്ങനെ വ്യാജ പരാതികളുടെ മുനയൊടിക്കാൻ നമുക്ക് കഴിയണം. അത് ആർക്കെതിരെയുള്ളതാണെങ്കിലും, ദിലീപേട്ടിനെതിരെയുള്ളതാണെങ്കിലും, സിദ്ദിഖ് സാറിനെതിരെയുള്ളതാണെങ്കിലും, രാഹുൽ മാങ്കുളത്തിനെതിരെയുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ A or B or C, അത് എന്താ ചെയ്യുന്നതെന്നും കൂടെ അറിയാമോ? എന്റെ വീട്ടിൽ, അവർക്ക് വേണ്ടി മാത്രമല്ല, എന്റെ വീട്ടിൽ 2 ആൺമക്കളാണ് വളർന്നു വരുന്നത്. നമ്മുടെ ആണുങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അച്ഛൻ ഈ തീവ്ര ഫെമിനാജികളുടെ ഗൂഢാലോചനയ്ക്ക് പാത്രമാവരുത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഈ അർബൻ നക്സൽ എന്ന് നമ്മൾ പറയുമല്ലോ, അർബൻ നാസികളും ഉണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഈ അർബൻ നക്സൽ തീവ്ര ഫെമിനിസ്റ്റുകൾ എനിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ പാതയിലാണ്, റൈറ്റ് ഡിറക്ഷനിലാണ്. ഞാൻ റൈറ്റ് വിങ്ങർ കൂടിയാണ്. അതുകൊണ്ട് റൈറ്റ് തിങ്കിങ് ആൻഡ് റൈറ്റ് വിങ്ങറിന്റെ ഭാഗത്തു നിന്നുള്ള വിജയമായിട്ട് ഞാൻ കാണുന്നു. അതിനെ എന്താ പറയുക, സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടി, ഈ ശരിയാണ്, ഈ വ്യാജ പരാതികൾ ആർക്കെതിരെയും കൊടുക്കാം. ഇപ്പോ പിന്നെ ഈ ചില ആളുകൾ പറയുന്നത് പോലെ വിവാഹത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ പുരുഷൻ പീഡിപ്പിച്ചില്ലെങ്കിൽ പോലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് സ്ത്രീയുടെ വാക്ക് കേട്ട് പല നിരപരാധികളും ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ ഈ റിനിക്കെതിരെ നൽകിയ പരാതിയുടെ ഇപ്പോഴത്തെ നിലവിലെ പൊസിഷൻ എന്താണ്? BNS 248 ഇതും വളരെ പ്രധാനമാണ്. BNS 248 പഴയ IPC 211 ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. ഞാൻ റിനി ചെയ്യുന്നത് പോലെ വീട്ടിൽ നീനെ നയിക്കുകയല്ല. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിക്ക്, DGPക്ക്, സൈബർ സെല്ലിന് പരാതി കൊടുത്തു. എന്നിട്ട് എന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയായ ശ്രീകാര്യത്ത് ഫിസിക്കലി ചെന്ന് പരാതി കൊടുത്തു. അതിന്റെ റെസീറ്റ് നമ്പർ ഇടിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ എന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്യുകയും ആ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഭാഗമായും ഈ വ്യാജ പരാതികളുടെ കാര്യം ചൂണ്ടിക്കാട്ടും. കാര്യം എന്നാലേ എനിക്ക് ലോക്കസ് ഉണ്ടാകൂ. ലോക്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനൊരു റൈറ്റ് വേണം. ഇപ്പൊ
എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കയറി ഒരു നിലപാട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് എന്റെ കാര്യം തന്നെ പറയാം. കാര്യം റിനി എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് അതിശക്തമായി ആ നിലപാട് തറ മുമ്പോട്ട് കൊണ്ടുപോകാം. മുമ്പ് പുരുഷ കമ്മീഷന് വേണ്ടി ഞങ്ങൾ വളരെ ആക്റ്റീവായി ശ്രമിച്ചിരുന്നു. ഇത് കേൾക്കുന്നവർ ഓർക്കേണ്ടത് എന്റെ വീട്ടിൽ അരി മേടിക്കാൻ വേണ്ടിയല്ല പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. പകരം ഞങ്ങളുടെ ഈ നടക്കം കാശിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആണുങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. കഴിഞ്ഞ മാസമാണ് സുനീർ എന്ന് പറഞ്ഞ 29 വയസ്സുകാരൻ ഇതേപോലെ വ്യാജ പരാതികളിൽപ്പെട്ട ആത്മഹത്യ ചെയ്തത്. ഒരാളുടെ ജീവൻ പോകും എന്നുള്ളതല്ല. ഈ ഡ്രാമ ക്വീൻസ് ആയ ഫെമിനിസ്റ്റുകൾ ഞങ്ങൾക്ക് ട്രോമ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് തെള്ളുന്നത് പോലെയല്ല. ഒരാൾ ഒറിജിനലി ആത്മഹത്യ ചെയ്തു. അതേപോലെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഈ വ്യാജ പരാതികളിൽപ്പെട്ട്. ഒരുപാട് രൂപ ആണുങ്ങൾക്ക് ചെലവാകുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ്സും ട്രോമയും അവർ അനുഭവിക്കുന്നുണ്ട്. വ്യാജ പരാതികൾ ഇതേപോലെ ഒരുപാട് സ്ത്രീകളും അവരുടെ ശരിയായ പരാതികളാണെങ്കിൽ അവരോടൊപ്പം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അവരോടൊപ്പം തന്നെ നമ്മൾ നിൽക്കണം. അവർക്കെതിരെ വ്യാജ പരാതി വന്നാൽ നമ്മൾ എതിർക്കണം. എനിക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ ശ്വേതാ മേനോൻജി അവർക്ക് എന്നാൽ കഴിയുന്ന പിന്തുണ ഞങ്ങൾ ഒരുമിച്ച് മനോരമ ചർച്ചയിലുണ്ടായിരുന്നു, പല ചാനൽ ചർച്ചയിലും ഉണ്ടായിരുന്നു. അവർക്കെതിരെ ഇതേപോലൊരു വ്യാജ പരാതി വന്നു. പുട്ടുകുറ്റി എന്നൊരു പത്രത്തിൽ 20 വർഷം മുമ്പ് അവർ കൊടുത്തൊരു ഇന്റർവ്യൂവിന്റെ പേരിൽ അവർ മറ്റേ മോശം നടിയാണ്, അതുകൊണ്ട് അമ്മയുടെ ഇത് അവരെന്നൊക്കെ പറഞ്ഞ ഒരാൾ കൊടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടെ അയാളെ കളക്റ്റീവ്ലി ട്രോൾ ചെയ്ത് ആക്രമിച്ചങ്ങ് വിട്ടു. ആർക്കെതിരെ വ്യാജ പരാതി വന്നാലും വേദനാജനകമല്ലേ? നമ്മൾ അതുകൊണ്ട് അതിശക്തമായി ഈ വിഷയത്തിൽ നിൽക്കണം. ഹൈക്കോടതിയിൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ കൂടി വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ വ്യാജ പരാതികളെ ഡിസ്കറേജ് ചെയ്യണം. റിനി അടക്കം ആണിന് വീട്ടിലിരുന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് മാധ്യമങ്ങളെല്ലാം ഓടി വരുമല്ലോ, പിന്നീട് ആ ദിവസം എനിക്ക് റീച്ച് കൂടുതൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഞാൻ അടുത്ത ബിഗ് ബോസിൽ പോകുമല്ലോ എന്ന് പറയുന്ന മനോഭാവമുള്ളവരെ നമുക്ക് അതിശക്തമായ രീതിയിൽ തടയാൻ കഴിയണം. സ്ത്രീകളോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട്, എന്നാൽ പുരുഷന്മാർക്കും ജീവിക്കാനുള്ള സ്പേസ് ഉണ്ടാകണം. ഒരു കാര്യം കൂടി, ഈ റിനി എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യനായിട്ട് കാണുന്ന ഒരാളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തുടക്കം മുതൽ കൈകാര്യം ചെയ്യുന്ന, കൃത്യമായി അതിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ, അതായത് എതിർ പാർട്ടികളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ കുത്തേൽക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നാണ് എന്ന് രാഹുൽ ഈശ്വറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? 2 കാര്യം. ഒന്ന്, എനിക്ക് വേണമെങ്കിൽ അത് ഗൂഢാലോചനയാണ് തുടങ്ങിയ സ്ട്രോങ് വാക്കുകൾ ഉപയോഗിക്കാം. ഞാനത് ഉപയോഗിക്കാത്ത എന്താന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. 2, രാഹുൽ മാങ്കൂട്ടത്തിനെ വേണ്ട രീതിയിൽ അവർ പ്രതിരോധിച്ചോ ഇല്ല. അത് കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ മാത്രമല്ല. ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ വസ്തുത അറിയാതെ എങ്ങനെ ഒരാളെ പുറത്താക്കും? പരാതി പോലും ഇല്ലാതെ എങ്ങനെ അന്വേഷിക്കും? ധന്യാജി ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നാളെ ഒരു പാർട്ടിയുടെ നേതാവാണെന്നിരിക്കട്ടെ, എനിക്കാണോ ഒരു സ്ത്രീ വന്ന് പരാതി നൽകേണ്ടത്? അതായത് കാര്യത്തിൽ എന്റെ പോലീസ് സംവിധാനങ്ങളും എല്ലാം ഉണ്ടോ? ശ്രീ VD സതീശനോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവോ ഗോവിന്ദ മാഷോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ എനിക്ക് പരാതി തന്നാൽ എനിക്ക് അന്വേഷിക്കാൻ എന്താ സംവിധാനം? എനിക്ക് മറ്റേ ഇതെടുക്കാൻ പറ്റുമോ? ഒരാളുടെ കോൾ റെക്കോർഡ് എടുക്കാൻ പറ്റുമോ? അയാളുടെ മൊബൈൽ ട്രേസ് ചെയ്യാൻ പറ്റുമോ? അയാൾ എവിടെ പോയി എന്നറിയാൻ പറ്റുമോ? അയാൾ എന്ത് ചെയ്യുന്നറിയാൻ പറ്റുമോ? പോലീസല്ലേ അന്വേഷിക്കേണ്ടത്. അത് കോടതിയിൽ കൊണ്ടുപോയി പോലീസിന്റെ അന്വേഷണം ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കേണ്ടത് കോടതിയല്ലേ. അങ്ങനത്തെ പ്രോസസ്സൊക്കെ നമ്മുടെ ആൾക്കാർ മറന്നോ? എന്നിട്ട് ചുമ്മാ ഇത് കയ്യടി കിട്ടാനാണ് ചീപ്പായിട്ടുള്ള ചീപ്പ് ഫെമിനിസ്റ്റ് എന്നല്ല, ചീപ്പായിട്ട് ഇത്തരം വ്യാജ പരാതി കൊടുക്കുന്ന ഫെമിനിസ്റ്റുകളുടെ കയ്യടിക്ക് വേണ്ടി ചില ആണുങ്ങൾ ശ്രമിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്. നാളെ നിങ്ങൾക്കെതിരെ വന്നാലും വേറെ ആരും കാണില്ല. അവിടെയാണ് നമ്മൾ പുരുഷ കമ്മീഷന്റെ കാര്യം പറയുന്നത്. അത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത്. ഇപ്പൊ റിനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല, രാഹുൽ ഈശ്വറിനെതിരെയാണ് പരാതി. നമ്മുടെ ഹണി റോസിന് രാഹുൽ ഈശ്വറിനെതിരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരു മാന്യത വേണ്ടേ? അതായത് ഈ കാണുന്ന മാധ്യമങ്ങളെല്ലാം അവർക്ക് സപ്പോർട്ട് എടുക്കുകയാണ്, എന്നിട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അവൻ ഡ്രാമ ഉണ്ടാക്കാൻ നോക്കുക. ദൈവത്തെ ഓർത്ത് ഈ ഡ്രാമ ക്വീൻ, ഫെമിനിസ്റ്റ് ഡ്രാമ ക്വീൻമാരാകരുത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാവാട പുരുഷന്മാരും ആകരുത്. അതിശക്തമായി ഞങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നു, ഫെമിനിസത്തെ പോലും ബഹുമാനിക്കുന്നു. ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ തീവ്ര ഫെമിനിസ്റ്റ് മാഫിയ, ഫെമിനാജികൾ എന്നാണ് അമേരിക്കൻ ഭാഷയിൽ ഇതിനെ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഫെമിനിറ്റി എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മാഫിയ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ ഫെമിനിസ്റ്റ് മാഫിയയെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളുമായി അതിശക്തമായി മുമ്പോട്ട് പോകും. വളരെ നന്ദി രാഹുൽ ഈശ്വർ.